നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ ഒറ്റപ്പാലം മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥി ആരെന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചാവും ഷൊർണൂരിലെ UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. പട്ടാമ്പി മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും. പ്രചാരണം തുടങ്ങി ഷൊർണൂരിലും ഒറ്റപ്പാലത്തും ഇടത് സ്ഥാനാർത്ഥികൾ. മുതിർന്ന നേതാക്കളുടെ വീടുകൾ സന്ദർശിച്ച് ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥി കെ പ്രേംകുമാർ. ഷൊർണൂരിൽ ആധിപത്യം തുടരാമെന്ന പ്രതീക്ഷയിൽ പി മമ്മിക്കുട്ടി. തച്ചമ്പാറ മുതുകുറിശ്ശിയിലെ അന്നമ്മ ഇബ്രാഹിമിന്റെ തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. അന്നമ്മയെ കാണാതായി 12 ദിവസം പിന്നിടുമ്പോഴും വിവരമില്ല. കാണാതാവുമ്പോൾ 4 പവൻ സ്വർണം അന്നമ്മ ധരിച്ചിരുന്നതായി വീട്ടുകാർ. പാചകവാതക പ്രതിസന്ധി. കേന്ദ്ര സർക്കാരിനെതിരെ വ്യാപാരി വ്യവസായ സമിതിയുടെ സമരം. പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിൽ വിറകടുപ്പ് സമരം സംഘടിപ്പിച്ചു. റംസാൻ വ്രതം അവസാന നാളുകളിലേക്ക്. ഇഫ്താർ വിരുന്നും റിലീഫ് വിതരണവുമായി വിവിധ സംഘടനകളും കൂട്ടായ്മകളും. വിശദമായ വാർത്തകളിലേക്ക്. ഷൊർണൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആരെന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഒറ്റപ്പാലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം കൂടി പരിഗണിച്ചാകും ഷൊർണൂരിലെ UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. പട്ടാമ്പി മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും. ഷൊർണൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആരെന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു. KPCC സെക്രട്ടറി പി ഹരിഗോവിന്ദൻ, DCC ജനറൽ സെക്രട്ടറിമാരായ TY ശിഹാബുദ്ദീൻ, VK ശ്രീകൃഷ്ണൻ, K കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. എന്നാൽ ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിത്വം കൂടി പരിഗണിച്ചാവും ഷൊർണൂരിലെ UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. PK ശശി UDF പിന്തുണയിൽ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഷൊർണൂരിൽ P ഹരിഗോവിന്ദൻ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ VK ശ്രീകൃഷ്ണൻ, K കൃഷ്ണകുമാർ, TY ശിഹാബുദ്ദീൻ എന്നിവരിൽ ആരെങ്കിലും ആകാനാണ് സാധ്യത. PK ശശി ഷൊർണൂരിൽ UDF സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ P ഹരിഗോവിന്ദൻ ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയായേക്കും. എന്നാൽ ശശിക്ക് താൽപര്യം ഒറ്റപ്പാലത്ത് മത്സരിക്കാനാണെന്നറിയുന്നു. ശശിയുടെ വരവാണ് ഒറ്റപ്പാലത്തും ഷൊർണൂരും UDFൽ ചർച്ചകൾ നീളാൻ കാരണം. അതേസമയം പട്ടാമ്പിയിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും. TP ഷാജി, റിയാസ് മുക്കോളി എന്നിവരിൽ ഒരാൾ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് വിവരം. സന്ദീപ് വാര്യരുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഷൊർണൂർ മണ്ഡലം നിലനിർത്താൻ പി മമ്മിക്കുട്ടിയെ CPM വീണ്ടും കളത്തിലിറക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നില്ല. 36,674 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി മമ്മിക്കുട്ടി വിജയിച്ചു കയറിയത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ മേധാവിത്വം ഇടതുമുന്നണിക്കുള്ള മണ്ഡലമാണ് ഷൊർണൂർ. 2011 ഷൊർണൂർ നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത്. ഷൊർണൂർ, ചെർപ്പളശ്ശേരി നഗരസഭകളും ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി, ചളവറ, നെല്ലായ, തൃക്കിടിരി, വാണിയംകുളം, വെള്ളിനേഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളുമാണ് ഷൊർണൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. CPMൽ നിന്നുള്ള K സലീഖയാണ് 2011 മണ്ഡലത്തിൽ നിന്നും ആദ്യം വിജയിച്ച് MLA ആയത്. പിന്നീട് 2016 നടന്ന തിരഞ്ഞെടുപ്പിൽ PK ശശി ഷൊർണൂരിൻ്റെ MLA ആയി. 2021 പി മമ്മിക്കുട്ടി ഷൊർണൂരിൽ നിന്നും വിജയിച്ചു. ഇടതുകോട്ടയെന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ നിന്നും 3 സ്ഥാനാർത്ഥികളും വിജയിച്ചു കയറിയത് വൻ ഭൂരിപക്ഷത്തിൽ. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 36,674 വോട്ടുകൾക്കായിരുന്നു പി മമ്മിക്കുട്ടിയുടെ വിജയം. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചാൽ ഈ ഭൂരിപക്ഷം വെറും 3,751 വോട്ടുകളിലേക്ക് ചുരുങ്ങി. എന്നാൽ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ വലതു തരംഗത്തിനിടയിലും 23,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ LDFന് നേടാനായി. പി മമ്മിക്കുട്ടിയെ CPM വീണ്ടും മണ്ഡലത്തിൽ മത്സരത്തിനിറക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വയ്ക്കുന്നില്ല. മണ്ഡലത്തിലെ ചെർപ്പളശ്ശേരി, ഷൊർണൂർ നഗരസഭകളും അനങ്ങനടി, തൃക്കടീരി, വെള്ളിനേഴി, വാണിയംകുളം പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ചളവറയിലും നെല്ലായിലുമാണ് UDFന് ഭരണമുള്ളത്. ചളവറയിൽ നറുക്കെടുപ്പിലൂടെയാണ് UDFന് ഭരണം ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥികളായി എത്ര ശക്തർ വന്നാലും മണ്ഡലത്തിലെ കുത്തക നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് 2026-ലും ഷൊർണൂരിൽ ഇടതുമുന്നണി അംഗത്തിനിറങ്ങിയിട്ടുള്ളത്. ജില്ലയിൽ CPMൽ നിന്നും മത്സരരംഗത്തുള്ള മുതിർന്ന നേതാവ് കൂടിയാണ് പി മമ്മിക്കുട്ടി. മുതിർന്ന നേതാക്കളുടെ വീടുകൾ സന്ദർശിച്ച് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി കെ പ്രേംകുമാർ. CPM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും ദീർഘകാലം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ഗോവിന്ദൻകുട്ടി മാസ്റ്ററുടെ വീട്ടിലെത്തി അദ്ദേഹം ആശീർവാദം വാങ്ങി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് K പ്രേംകുമാർ. തിങ്കളാഴ്ച മുതിർന്ന നേതാക്കളുടെ വീടുകളിലെത്തി സ്ഥാനാർത്ഥി.
CPIM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും ദീർഘകാലം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ഗോവിന്ദൻകുട്ടി മാസ്റ്ററുടെ വീട്ടിലെത്തി അദ്ദേഹം ആശീർവാദം വാങ്ങി. കുടുംബാംഗങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയും തന്റെ വിജയത്തിനു വേണ്ടി എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചു. CPIM ഏരിയ സെക്രട്ടറി K. ജയദേവൻ, ഏരിയ കമ്മിറ്റി അംഗം B. രാജേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ, മറ്റു പ്രാദേശിക നേതാക്കൾ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തച്ചമ്പാറ മുത്തുകുറിച്ചിയിലെ അന്നമ്മ എബ്രഹാമിന്റെ തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. അന്നമ്മയെ കാണാതായിട്ട് 12 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനായിട്ടില്ല. അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് നാട്ടുകാരുടെ ആശങ്ക അകറ്റണമെന്നും ആക്ഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 12 ദിവസമായി ഒരു സ്ത്രീ അല്ലെങ്കിൽ അന്നമ്മ ചേച്ചി മിസ്സിംഗ് ആയിട്ട് ഇതുവരെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പുഴ ഡാം മേഖല എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, മലയോര മേഖലയാണ്. സാധാരണക്കാരായ തൊഴിലാളികൾ ജോലിക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല, തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അവിടെ ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പോലും ആളുകൾ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. മാർച്ച് 4 ഉച്ചയ്ക്ക് ശേഷം 3:30യോടെയാണ് മകൻ ജേക്കബിന്റെ വീട്ടിൽ നിന്നും ഇളയ മകൻ തോമസിന്റെ വീട്ടിലേക്ക് അന്നമ്മ പുറപ്പെട്ടത്. 15 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരമുള്ള വീട്ടിലേക്ക് വൈകിട്ട് 6 മണിയായിട്ടും എത്താത്തതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. പോലീസ്, അഗ്നിരക്ഷാസേന, വനം വകുപ്പ്, ഡോഗ് സ്ക്വാഡ്, സ്കൂബ ടീം, നാട്ടുകാർ തുടങ്ങിയവർ ചേർന്ന് കാഞ്ഞിരപ്പുഴ ഡാം, വനമേഖല, ജനവാസ മേഖലകളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പോലീസ് സാധ്യമായ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. 4 പവൻ സ്വർണം അന്നമ്മ ധരിച്ചിരുന്നു. അന്നമ്മ എത്താൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും പലതവണ അന്വേഷണം നടത്തി. ഇടയ്ക്ക് മറവി രോഗം അനുഭവപ്പെടുന്ന അന്നമ്മയെ ആരെങ്കിലും വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയോ എന്ന സംശയവും നാട്ടുകാർക്കുണ്ട്. ഇക്കാര്യങ്ങൾക്കെല്ലാം വ്യക്തത വരുത്താൻ അന്വേഷണം ഉടൻ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. കാരണം അതിൻ്റെ ദുരൂഹത കൂടുതൽ വർദ്ധിക്കുകയാണ്. ഇപ്പം ഈ ആള് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഇവര് പിന്നീട് ഏറ്റവും അവസാനമായി ഒരാൾ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തെ എത്തുമ്പോഴേക്ക് 1 മണിക്കൂർ 20 മിനിറ്റിൻ്റെ വ്യത്യാസം വരികയാണ്. 5 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരം അവർ പിന്നിട്ടിരിക്കുന്നത് 1 മണിക്കൂർ 20 മിനിറ്റ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. പോലീസിൻ്റെ അന്വേഷണത്തെ ബാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നാട്ടിലും അത് സംബന്ധിച്ച ചർച്ചയുണ്ട്. അപ്പോൾ ഈ ഡിലേ എങ്ങനെ വന്നു, പിന്നീട് ഇവർ കണ്ടതിന് ശേഷം അവർ ആ നടത്തം തുടരുകയാണെങ്കിൽ കൂടുതൽ വീടുകളുള്ള സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. അവിടേക്കും ചെന്നിട്ടില്ല. അവർ ചെല്ലാൻ സാധ്യതയുള്ള ഒരു ബന്ധുവീടുകളിലും എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ സംശയിക്കാൻ പറ്റുന്ന സാഹചര്യം ഇവരെ ഒന്നുകിൽ ആരെങ്കിലും എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടില്ല. ഒരു ബലപ്രയോഗത്തിൻ്റെ സാഹചര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. അപ്പം ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ പോലീസിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഈ സാമാന്യ ബുദ്ധിക്ക് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസിനാവട്ടെ നാട്ടുകാർക്കാവട്ടെ സാധാരണ നിലയ്ക്ക് ചിന്തിക്കുന്ന ആർക്കും ഒരു ഉത്തരം കിട്ടാത്ത ഒരു സമസ്യ പോലെ അവശേഷിക്കുക. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ പ്രകാശ് തോമസ്, കൺവീനർ ബോബി തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ജോസഫ്, അഡ്വക്കേറ്റ് PC മാണി, KM പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാചകവാതക പ്രതിസന്ധി സൃഷ്ടിച്ച കേന്ദ്ര സർക്കാരിനെതിരെ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വിറകടുപ്പ് സമരം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് K. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പാചകവാതകം കിട്ടാനില്ല, പാചകവാതകം കിട്ടാനില്ല. വ്യാപാരികളും തൊഴിലാളികളും തൊഴിലില്ലാത്തവരായി മാറുന്നു. ഇതിനൊരു പരിഹാരം കാണണം. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുക, വിതരണം സുഗമമാക്കുക, ഹോട്ടൽ വ്യവസായം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി വ്യാപാരി വ്യവസായി സമിതി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ വിറകടുപ്പ് സമരം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വിറകടുപ്പ് സമരം നടത്തിയത്.
വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ സമരം ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവരെ പൂർണ്ണമായും അനുസരിക്കുന്ന സ്ഥിതിയിലേക്കാണ്. ഇത്ര മോശമായ ഒരു സംവിധാനം ഇന്ത്യ രാജ്യത്ത് ഇതുവരെ മറ്റൊരു ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. നമുക്ക് കണ്ടുപോകണം, ഒരുപാട് ഗവൺമെന്റുകൾ ഭരിച്ചിട്ടുണ്ട്. ആ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് തന്നെ അമേരിക്കൻ സാമ്രാജ്യത്തിന് ഇത്ര നന്നായി കീഴടങ്ങി പോകുന്ന ഒരു ഭരണാധികാരിയും ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടില്ല. അതിന് വിരുദ്ധമായ രീതിയിലാണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായുള്ള പ്രവണത. ഒരു നിലയിലേക്ക് മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തെ ലോകത്തെ അനുവദിക്കാത്ത രീതിയിൽ അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നിലപാടെന്താ? ഇതിലും കുറഞ്ഞ രീതിയിൽ ക്രൂഡ് ഓയിൽ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കിട്ടാനുണ്ട്. ഒന്നും ഏറ്റെടുക്കാൻ ഇവർ തയ്യാറല്ല. അമേരിക്കൻ സാമ്രാജ്യത്വം ചൂണ്ടിക്കാൻ ഇവിടെ നിന്ന് പെട്രോൾ എടുക്കണം, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ എടുക്കേണ്ട വേറെ സംസ്ഥാനത്തു നിന്നാണ്, വേറെ രാജ്യത്തു നിന്നാണ് ചൂണ്ടിക്കാണിച്ചാൽ അതനുസരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ ധനമന്ത്രിയും അടക്കമുള്ള വലിയ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന് സർവോന്മതമായ നാശത്തിലേക്ക് അത് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരികൾ മാത്രമല്ല, ഞങ്ങൾ ഇതുമായി തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോട്ടലും റെസ്റ്റോറന്റ് അടക്കമുള്ള ആളുകൾ ജീവിക്കുന്നത് ഈ തൊഴിലിന്റെ ഭാഗമായിട്ടാണ്. അതിനൊരു ബദ സംവിധാനം ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ ഇടപെടാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയും. സമിതി ഏരിയ പ്രസിഡന്റ് സലാം ഗൾഫോൺ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി അബ്ബാസ്, പെരിന്തൽമണ്ണ നഗരസഭ പ്രതിപക്ഷ നേതാവ് വി രാഹുൽ, ബ്യൂട്ടീഷ്യൻ സമിതി ഏരിയ സെക്രട്ടറി പത്മലത, കൗൺസിലർ നെച്ചിയിൽ മൻസൂർ, ഇമേജ് ഹുസൈൻ, കെ മുഹമ്മദ് ഇക്ബാൽ, നന്ദിനി ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി പാലക്കാട് പാതയിൽ വാടനാംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം വാഹനാപകടം. പിക്കപ്പും ജീപ്പും കൂട്ടിയിടിച്ച് 8ഓളം പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. തൃശ്ശൂരിൽ നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പും കുളപ്പുള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പും തമ്മിലാണ് ഹൈസ്കൂളിന് സമീപത്തെ വളവിൽ കൂട്ടിയിടിച്ചത്. ജീപ്പിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്കും പിക്കപ്പ് ഡ്രൈവർക്കും ക്ലീനർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ വാണിയംകുളത്തെയും പെരിന്തൽമണ്ണയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. കീഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. മാർച്ച് 22-നാണ് പൂരം. നിരവധി ഭക്തരാണ് കൊടിയേറ്റ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. അനങ്ങന്മലയുടെ താഴ്വരയിൽ വർണ്ണവിസ്മയം തീർക്കുന്ന കീഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. മാർച്ച് 21-ന് വലിയാറാട്ടും 22-ന് പൂരവും ആഘോഷിക്കും. ഞായറാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ മേൽശാന്തി ശങ്കരനാരായണന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. തുടർന്ന് മെഗാ തിരുവാതിരക്കളി, മാർഗിരഹിത കൃഷ്ണദാസ്, ചെറുശ്ശേരി അർജുൻ മാരാർ എന്നിവർ നയിച്ച ഇരട്ട തായമ്പക, മുന്നൂർക്കോട് മുരളി നയിച്ച തായമ്പക എന്നിവ അരങ്ങേറി. വെള്ളനേഴി പ്രസാദ് കുറുപ്പിന്റെ നേതൃത്വത്തിൽ കളമെഴുത്തുപാട്ട്, ഇടപ്പള്ളിമന കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കളം പൂജ, മേളത്തിന്റെ അകമ്പടിയിൽ പ്രദക്ഷിണം എന്നിവയുമുണ്ടായി. രാമായണം തോൽപ്പാവക്കൂത്തിനും തുടക്കമായി. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. 20-ന് ചെറിയാറാട്ട് ദിനത്തിൽ രാത്രി 7-ന് മ്യൂസിക് ഫ്യൂഷൻ ബാൻഡും 21-ന് വലിയാറാട്ട് ദിനത്തിൽ കാളവേലിയും ആഘോഷിക്കും. 22-ന് കീഴൂർ, മേലൂർ ദേശങ്ങൾ ഒരുക്കുന്ന പൂരവിരുന്നിൽ പേരുകേട്ട ഗജനിരയും വാദ്യപ്രമാണിമാരും അണിനിരക്കും. ഈ കൊല്ലവും കീഴൂർ കാളികാവിൻ്റെ പൂര ആഘോഷം ഗണപതി ഹോമം തൊട്ട് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഇന്ന് വൈകുന്നേരം കൊടിയേറ്റി വിവിധ പ്രോഗ്രാമുകളോടെ ഞങ്ങൾ ആരംഭിച്ചു. ആദ്യം തന്നെ ഒരു തിരുവാതിരക്കളിയും അതിൻ്റെ ശേഷം ഡബിൾ തായമ്പകയും, അങ്ങനെ ഓരോ ദിവസവും എല്ലാ ദിവസവും പ്രോഗ്രാമുകളുണ്ട്. 20, 21, 22 തീയതി വലിയാറാട്ട് പൂരം. അത് കഴിഞ്ഞ് അതിന് ചെറിയറാട്ട് കഴിഞ്ഞാൽ വലിയാറാട്ടിന് കാളവേലയും
പൂരത്തിന് ആനവേലയും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ 23-ാം തീയതി ഗുരുതി പൂജയും സർപ്പവേലയും കഴിഞ്ഞ് നട അടയ്ക്കും. നട അടച്ചു കഴിഞ്ഞ് പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ടാണ് നട തുറക്കുകയുള്ളൂ. പട്ടാമ്പിയിലെ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിലാക്കാൻ റവന്യൂ ടവർ വരുന്നു. റവന്യൂ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് അരമണിക്കൂർ മുൻപാണ് പട്ടാമ്പി റവന്യൂ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. പട്ടാമ്പി നഗരസഭ വിട്ടു നൽകിയ പെരിന്തൽമണ്ണ റോഡിലെ മാർക്കറ്റിന് സമീപത്തെ സ്ഥലത്താണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. 34 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. മന്ത്രി കെ രാജൻ ഓൺലൈൻ വഴി നിർമ്മാണോദ്ഘാടനം നടത്തി. റവന്യൂ വകുപ്പിന്റെ ഓഫീസുകൾ സ്മാർട്ടാകുന്നതോടെ അവിടെയുള്ള ജീവനക്കാർക്ക് മാത്രമല്ല അവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു പുതിയ റവന്യൂ ഓഫീസ് നമ്മുടെ മുമ്പിൽ ലഭ്യമാവുകയാണ്. കളറില്ലാതെ പൊടി പിടിച്ച് കൂമ്പാരമായിട്ടുള്ള ഫയലുകളുടെ അടിയിൽ കുനിഞ്ഞിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നേരത്തെ റവന്യൂ വകുപ്പിന്റെ ചിഹ്നമായിരുന്നതെങ്കിൽ വിശാലമായ ഇടത്തിൽ 1400ഓളം വരുന്ന സ്ക്വയർ ഫീറ്റ് അടക്കം നല്ല തയ്യാറെടുപ്പുകളോടെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോടെ വരുന്നവർക്ക് ഇരിക്കാനും പെരുമാറാനും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നവരും ജോലിക്കാരും തമ്മിലുള്ള ഒരു സംഘർഷം ലഘൂകരിക്കാനുള്ള മാനസികാവസ്ഥ ഉയർത്താനുമൊക്കെ സ്മാർട്ട് ഓഫീസുകൾ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റവന്യൂ വകുപ്പിന് നൽകിയ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് റവന്യൂ ടവറിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഭാവിയിൽ ജില്ലകളുടെ രൂപീകരണം വരികയാണെങ്കിൽ റവന്യൂ ടവർ യാഥാർത്ഥ്യമായാൽ അത് ഗുണകരമാവുമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പട്ടാമ്പി ടൗണിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള റവന്യൂ ടവർ യാഥാർത്ഥ്യമാവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, താലൂക്ക് ആസ്ഥാനം എന്നുള്ള നിലക്ക് നേരത്തെയുള്ള മിനി സിവിൽ സ്റ്റേഷൻ ആണ് താലൂക്കായി മാറിയപ്പോഴും ഉപയോഗിക്കുന്നത്. എന്നാൽ എല്ലാ ഓഫീസുകളും ഒരു കുടക്കീഴിൽ വരുമ്പോൾ തന്നെ പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റുകയും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റവന്യൂ ടവർ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. നഗരസഭാ ചെയർമാൻ TP ഷാജി, ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, T ഗോപാലകൃഷ്ണൻ, MN കരുണാകരൻ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. 2022-2023 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി BM&BC നിലവാരത്തിൽ നവീകരിച്ച നാട്ടുകൽ തള്ളച്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു. K പ്രേംകുമാർ MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. 2 കോടി രൂപ ചെലവിലാണ് നാട്ടുകൽ മുതൽ തള്ളച്ചിറ വരെയുള്ള റോഡ് 1.5 കിലോമീറ്ററോളം ദൂരം BM&BC ചെയ്ത് നവീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച K പ്രേംകുമാർ MLA നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരത്ത് നിന്ന് മുറിയൻകണ്ണി വഴി കരിങ്കല്ലത്താണിയിലേക്കുള്ള റോഡ്, ശ്രീകൃഷ്ണപുരം മുറിയൻകണ്ണി ചെത്തല്ലൂർ പൂവത്താണി റോഡ്. ആ റോഡ് ഞാൻ ആ റോഡിലൂടെ അങ്ങോട്ട് വന്നത്. ആ റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ സംഖ്യ അതിന് ഡ്രെയിനേജ് ഉണ്ട്, മറ്റനുബന്ധ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലെ ഒരു വലിയ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുക. നാം കരുതുന്നത് ഏപ്രിൽ മാസത്തോടുകൂടി, വിഷുവൊക്കെ കഴിയുമ്പോഴേക്ക്, അഥവാ ഏപ്രിൽ മാസം അവസാനമാകുമ്പോഴേക്ക് മുറിയൻകണ്ണി ചെത്തല്ലൂർ പൂവത്താണി റോഡ് BM&BC നിലവാരത്തിൽ പണി പൂർത്തീകരിക്കും. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുക്സിനി സയ്യിദ് അധ്യക്ഷയായി. സ്വാഗത സംഘം ചെയർമാൻ EM നവാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AK വിനോദ്, C ശാരദ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, C ഹംസ, N ശ്രീകൃഷ്ണകുമാർ, സെബിൻ ജോസഫ്, സ്വാഗത സംഘം കൺവീനർ K ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുനർനിർമ്മാണം നടത്തിയ കോട്ടപ്പാടം അരിയൂർ പടുവിൽ കുളമ്പ് റോഡ് നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. പ്രദേശവാസികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് രാജീവ് ദശലക്ഷം പാർപ്പിട പദ്ധതിയുടെ ഭാഗമായുള്ള അരിയൂർ പടുവിൽക്കുളമ്പ് റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയത്. ഉദ്ഘാടനം MP VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. നിരന്തരമായി പരിശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല.
ഇവിടുത്തെ ജനങ്ങളെയാണ് താൻ അനുമോദിക്കുന്നതെന്നും MP പറഞ്ഞു. കേരളത്തിൽ ഇതുപോലെ റോഡ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കേരളത്തിൽ എന്താ കാരണം? റോഡിന്റെ നീളമല്ല. ഈ റോഡ് ഇതുപോലെ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരുടെ ഇടപെടലുണ്ട്. നേരത്തെ പറഞ്ഞ സിദ്ദീഖ് വക്കീൽ ഉൾപ്പെടെ മാനു ഉൾപ്പെടെ മുൻ മെമ്പർമാര് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി എനിക്ക് അതിശയം തോന്നി. രാജ്യസഭാ മെമ്പറിന്റെ ഫണ്ട്, ലോക്സഭാ മെമ്പറിന്റെ ഫണ്ട്, നിയമസഭാ അംഗത്തിന്റെ ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിന്റെ ഫണ്ട്, ഗ്രാമപഞ്ചായത്ത് മെമ്പറിന്റെ ഫണ്ട്, ഇത് ഒരു കാര്യം തെളിയിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരു മുന്നണിയുടെ ആളുകളാണെന്നുള്ളത് അങ്ങനെ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഈ മൈതാനം ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. ഒരുപാട് തവണ വിവിധ വിശേഷങ്ങൾക്ക് ഉദ്ഘാടനത്തിനും മറ്റ് സമ്മേളനങ്ങൾക്കൊക്കെ ആയിട്ട് വന്ന ഒരു മൈതാനമാണ്. അവിടെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട MP-യുടെ ഫണ്ട് ഉപയോഗിച്ച്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭാ അംഗത്തിൻ്റെ ഒരു വിഹിതവും ചേർത്ത് 27 ലക്ഷം രൂപയ്ക്ക് നമ്മൾ അരിയൂർ പടുവിൽ കുളമ്പ് റോഡ് വീണ്ടും നവീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ നവീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടനത്തിനാണ് MP വന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ സമ്മേളിച്ചിട്ടുള്ളത്. ഈ റോഡ് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട റോഡാണ്. ഒരുപാട് ആളുകൾ ഗതാഗതം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട റോഡാണ്. ഞങ്ങളും പലതവണ MLA ഫണ്ട് സിദ്ദീഖ് വക്കീലിൻ്റെയും അതുപോലെ തന്നെ അതിനു മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ യശസ്വരീതനായ N. ഹംസ സാഹിബ്, അദ്ദേഹം എന്നും ഈ ഉന്നതിയെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പരിപാലിച്ചിരുന്നതാണ്. പിന്നീട് മാനു കഴിഞ്ഞ തവണ ബ്ലോക്ക് മെമ്പറും ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് സ്വന്തം കാര്യം പോലെ വളരെ താല്പര്യത്തോടു കൂടി മാനു ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാണ്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KP ഉമ്മർ, ജില്ലാ പഞ്ചായത്ത് അംഗം റഫീഖ പാറക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രഞ്ജിത്ത് പോറ്റൂർ, സ്ഥിരം സമിതി അധ്യക്ഷൻ സൈനുദ്ദീൻ താളിയിൽ, TA സിദ്ദിഖ്, NP ഹമീദ്, മൊയ്തീൻ റംഷാദ്, പടുവിൽ മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ പഴയകാല വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ അങ്കണത്തിൽ ഒത്തുകൂടി. മുതിർന്ന പൂർവ്വ അധ്യാപിക നാരായണിക്കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ വിദ്യാർത്ഥികളായ 2 സഹോദരിമാരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സംഗമത്തിൽ തീരുമാനിച്ചു. മനസ്സിലൊട്ടേറെ സ്മരണകൾ നിറച്ചാണ് എല്ലാവരും മടങ്ങിയത്. പോയ കാലത്തിന്റെ അതിസുന്ദരമായ ഓർമ്മകൾ. കണ്ണിനും മനസ്സിനും പൂക്കാലമൊരുക്കിയ ബാല്യകാലത്തെ ഒട്ടേറെ മധുരസ്മരണകൾ പെയ്തിറങ്ങിയ വിദ്യാലയത്തിൽ അവർ ഒരിക്കൽ കൂടി ഒത്തുകൂടി. പിന്നീട് ഒരു വിങ്ങലായിരുന്നു ഹൃദയങ്ങളിൽ. സ്കൂൾ അങ്കണത്തിൽ സംഗമിച്ച അവർ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. എൻ്റെ കുട്ടികളെയൊക്കെ കണ്ട് സന്തോഷം കൊണ്ട് അവരൊക്കെ എന്നെ കണ്ടിട്ട് ഞാൻ പൂർവാധികം നന്നായിരിക്കുന്നു. പിന്നെ എല്ലാവരെയും കണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ഇതിപ്പോ ഒരു സന്തോഷം ഇനി ഉണ്ടാവാനില്ല. ഞാൻ മാലതി ടീച്ചറുടെ വരവ് കൊണ്ടാണ് ഞാനും വന്നത്. അപ്പോൾ അതെനിക്ക് വളരെ ഉപകാരപ്രദമായി, സന്തോഷപ്രദമായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരുപാട് ഓർമ്മകൾ ഓടി വരുന്നുണ്ട്. ഈ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ പഴയ കുട്ടിക്കാലം, കുറെ നല്ല മധുരിക്കുന്ന ഓർമ്മകള്. ആ ശിക്ഷണ രീതിയൊന്നും അല്ലല്ലോ ഇപ്പോൾ. എന്നാലും ഒരുപാട് സന്തോഷമാണ്. പഴയ ടീച്ചർമാരെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റി. പഠിച്ച കുട്ടികളെല്ലാം ഇപ്പോൾ വയസ്സായ ആളുകളായി. എന്നാലും ഒരുപാട് നല്ല ഓർമ്മകൾ തോന്നുന്നുണ്ട്. ഇത് വേണുവേട്ടൻ ഞങ്ങളുടെ കുടുംബമാണ്. അതേപോലെ ഇത് എൻ്റെ അനിയനാണ് ഗോപൻ. ഞങ്ങളെല്ലാവരും ഇവിടെ പഠിച്ചത് തന്നെയാണ്, ഈ സ്കൂളിൽ പഠിച്ചതാണ്. 1942 മുതൽ ഈ 2026 വരെയുള്ള 4700ഓളം കുട്ടികൾ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. അതിൽ മറഞ്ഞു പോയ കുറേ കുട്ടികളുണ്ട്. അതിൽ നിന്ന് അല്ലാത്ത ഭൂരിപക്ഷം ആൾക്കാരും നമ്മുടെ നാട്ടിലില്ലാത്ത, നാട്ടിലും പിന്നെ അന്യനാടുകളിൽ അല്ലാത്തവരെ മുഴുവൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാത്തവരെല്ലാം വിളിച്ച് ആശംസ അറിയിച്ചിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ സ്കൂൾ സ്ഥാപിതമായ 1948 മുതൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഒത്തുകൂടിയത്. അധ്യാപികമാരായ ഷവിജ, ധന്യ എന്നിവർ ചേർന്ന് സ്കൂളിന്റെ നാൾവഴികൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു സംഗമത്തിന്റെ തുടക്കം. മൺമറഞ്ഞ പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുസ്മരിച്ചു. സ്കൂളിലെ മുതിർന്ന റിട്ടയർഡ് അധ്യാപിക നാരായണിക്കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.
ഈ ജീവിത സായാഹ്നത്തിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കൈവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ അതിനോടുകൂടി കൊച്ചാശ്ശേരിയുടെ ചരിത്രവും സ്കൂളിൻ്റെ ചരിത്രവും ഉൾപ്പെടുന്നതായിരിക്കും. എന്തെന്നാൽ 1970 ആഗസ്റ്റ് 3-ാം തീയതിയാണ് ഞാൻ ഒരു അധ്യാപികയായി ഈ സ്കൂളിൽ ചേർന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ഈ സ്കൂളിൻ്റെ മാനേജർ ശ്രീ OM നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അവർകളെ, അന്ന് അദ്ദേഹത്തെ 5-ാം തമ്പുരാൻ എന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കുന്നത്, ഞാനും അങ്ങനെ തന്നെ പറയുകയാണ്, അദ്ദേഹത്തെ കാണുവാൻ പോവുകയുണ്ടായി. അപ്പോൾ ഉപഹാരമായി ഞാൻ കൊണ്ടുപോയത് 2 കിലോ പഞ്ചസാരയാണ്. ആ ഒരു 2 കിലോ പഞ്ചസാരയുടെ ബലത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാനാധ്യാപിക ജയലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ മുരളി വളാംകുളം സ്നേഹ സന്ദേശം നൽകി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PD ഗിരീഷ് കുമാർ, പൂർവ്വ വിദ്യാർത്ഥി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ P മണികണ്ഠൻ, സ്കൂൾ മുൻ മാനേജർ പാറക്കോട്ടിൽ വിജയൻ, മുൻ PTA പ്രസിഡന്റ് ഷഹീർ അലി നറുക്കോട്, K ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ഉപഹാരങ്ങൾ സമർപ്പിച്ച് ആദരിച്ചു. സ്കൂളിലെ പൂർവ്വ അധ്യാപകനും കഥകളി സംഗീതജ്ഞനുമായ നെടുമ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ മകൻ റാം മോഹൻ കഥകളി സംഗീതം ആലാപിച്ചു. കരുതലിന്റെയും സ്നേഹത്തിന്റെയും വേദിയായി മാറി ഈ ഒത്തുചേരൽ. സ്കൂളിലെ വിദ്യാർത്ഥികളായ ചെത്തല്ലൂരിലെ ദിയ, ഇഷ എന്നിവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സംഗമത്തിൽ തീരുമാനിച്ചു. ഈ കുട്ടികളുടെ അച്ഛൻ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലാണ്. വീട് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സ്കൂൾ മാനേജർ മുരളി വളാംകുളം പറഞ്ഞു. പാവപ്പെട്ട 2 വിദ്യാർത്ഥികൾ പഠിക്കുന്ന, അവർക്ക് വീടും സ്ഥലവുമില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് സ്ഥലം വാങ്ങിച്ച് ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെന്റും PTA-യും അധ്യാപകരും കൂടി എല്ലാവരും കൂടിയിട്ടാണ് അങ്ങനെ ഒരു വീട്. ചെത്തല്ലൂർ പ്രദേശത്താണ്. ഇവിടുത്തെ കുട്ടികൾ എന്ന് പറയുന്നത് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇഷ, 2C-യിൽ പഠിക്കുന്ന ഇഷ, അതേപോലെ തന്നെ 7D ക്ലാസ്സിൽ പഠിക്കുന്ന ദിയ, 3 മക്കളാണ്. അവർക്ക് വീടും അതുപോലെ തന്നെ സ്ഥലവുമില്ല. അതേപോലെ അവരുടെ അച്ഛൻ ഒരു 1.5 മാസമായി സ്ട്രോക്കായി കിടപ്പിലാണ്. ഫിസിയോതെറാപ്പി വരെ ചെയ്യാൻ വളരെ പ്രതിസന്ധിയിലാണ്. അപ്പം ഇന്നലെ ആ വീട് സന്ദർശിക്കുകയുണ്ടായി. ഞാനും PTA പ്രസിഡന്റും മുൻ PTA പ്രസിഡന്റും കൂടെ ഞാൻ ആ വീട് സന്ദർശിച്ചപ്പോഴത്തെ ഒരു ദയനീയാവസ്ഥ കണ്ടപ്പോൾ ഇന്ന് തന്നെ നമുക്കത് പ്രഖ്യാപനം നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഇനിയും ഇതുപോലുള്ള ഒത്തുചേരലുകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു. സ്കൂളിൽ വന്ന മാറ്റത്തിലും പുരോഗതിയിലും സന്തോഷവും അഭിമാനവും പൂർവ്വ വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചു. സ്കൂൾ എന്ന് പറയുമ്പോൾ പഴയ ഒരു കൺസെപ്റ്റ് തന്നെ മാറി ഒരു നല്ല രൂപത്തിലുള്ള പുതിയൊരു സ്കൂളായി മാറി. നല്ലൊരു സ്മാർട്ട് സ്കൂളായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പുതിയ കാലഘട്ടത്തിലുള്ള ആളുകളെയും നമ്മുടെ ഒപ്പം പഠിച്ചിരുന്ന ആ സമയത്തുള്ള ആളുകളെയൊക്കെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒത്തുചേരല് ഒരുക്കി തന്ന വിദ്യാലയത്തിനാണ് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത്. അതുപോലെ തന്നെ പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയതിലും ഒക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലത്തെ ഒത്തുചേരലുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പറയുകയാണ്. കൂടിച്ചേർന്ന് പിരിഞ്ഞപ്പോൾ വിങ്ങലാണ് മനസ്സുകളിൽ. അതിസുന്ദരമായ ഓർമ്മകൾ നിറഞ്ഞ സ്കൂൾ പഠനകാലം ഇനി വരില്ലല്ലോ. ഓർമ്മകൾ പങ്കിടാൻ ഇനിയും ഒരിക്കൽ വരാമെന്ന് എല്ലാവരുടെയും മനസ്സ് പറഞ്ഞു. പെരിന്തൽമണ്ണ ആശുപത്രിപ്പടി കുട്ടിപ്പാറ മേഖല ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിലീഫ് കിറ്റ് വിതരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു.
പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ആശുപത്രിപ്പടി കുട്ടിപ്പാറ മേഖല ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ റിലീഫ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. 220 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. മദ്രസയിൽ നിന്നും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നജീബ് കാന്തപുരം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. റിലീഫ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഹബീബ് മണ്ണേങ്ങൽ, സർവീസ് ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫറൂഖ്, വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി ഷൗക്കത്ത് മാട്ടുമുത്തൊടി, ട്രഷറർ നാലകത്ത് നാസർ, കളത്തിൽ കുഞ്ഞിപ്പ ഹാജി, പാലപ്ര സൈതാലിക്കുട്ടി, ജസീൻ പച്ചീരി, നവാസ് മാടശ്ശേരി, യാസർ കിഴിശ്ശേരി, ബഷീർ ചേലേക്കോടൻ, യാസർ കണ്ണംതൊടി, യൂത്ത് ലീഗ് ഭാരവാഹികളായ റിയാസ് പാറപ്പുറത്ത്, AV ഹുസൻ, ഷാഹിം കല്ലിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിയാറിന്റെ ഓരത്തെ പുളിഞ്ചോട്ടിൽ നാനാമതസ്ഥരും ചേർന്ന് നടത്തിയ സമൂഹ നോമ്പുതുറ പ്രകൃതി ഭംഗി കൊണ്ടും വ്യത്യസ്ത അനുഭവമായി. യാത്രക്കാരും ക്ഷണിക്കപ്പെട്ടവരും ഉൾപ്പെടെ 250ഓളം പേർ സംഗമത്തിൽ പങ്കാളികളായി. വെള്ളിയാർ നട്ടതാണ് ഈ പുളി. പുളിയുടെ ചുവട്ടിൽ ഇരിപ്പിടവും ഊഞ്ഞാലും പ്രദേശത്തെ യുവാക്കളും സ്ഥാപിച്ചു. ഈ മനോഹരമായ സ്ഥലം ഇപ്പോൾ യാത്രക്കാരുടെയും പ്രദേശത്തുകാരുടെയും വിശ്രമ കേന്ദ്രമാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായി യുവാക്കൾ പുളിഞ്ചോട് എന്ന വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഞായറാഴ്ച പുളിഞ്ചോട്ടിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. ശാന്തമായ പുഴയും സായാഹ്നവും നോമ്പുതുറയും അതൊരു വ്യത്യസ്ത ദൃശ്യഭംഗി തന്നെയായിരുന്നു. കുട്ടികളും ക്ഷണിക്കപ്പെട്ടവരും വഴിയാത്രക്കാരും പ്രദേശവാസികളും ഉൾപ്പെടെ 250ഓളം പേർ നോമ്പു തുറക്കാനായി എത്തി. ജാതി മതത്തിനപ്പുറം സംഘടിപ്പിച്ച ഈ സ്നേഹവിരുന്ന് ദൃശ്യഭംഗി പോലെ തന്നെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. സംസ്ഥാന സർക്കാരിൻ്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയായി ചിത്രീകരിച്ച കരുതലായി കാവലായി എന്ന സംഗീതാവിഷ്കാരത്തിൻ്റെ പ്രകാശനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ബാബുരാജ് പരിയാനംപറ്റിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബാബുരാജ് പരിയാനംപറ്റ സംഗീതം നൽകി പ്രശസ്ത സിനിമാ പിന്നണി ഗായിക രശ്മി സതീഷ് ആലപിച്ച സംഗീതാവിഷ്കാരത്തിന്റെ നിർമ്മാണം ജഗദീഷ് കിളിയമ്പറമ്പിലാണ്. പ്രകാശന ചടങ്ങിൽ പിന്നണി പ്രവർത്തകരോടൊപ്പം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS വിനയൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS അനുരൂപ്, രാജീവ് ശ്രീചിത്ര എന്നിവർ പങ്കെടുത്തു. കൈവിലങ്ങുകൾ തകർത്തു നെയ്തെടുത്ത കേരളം, ബദലുകളുടെ ചിറകുകൾ വഴിതെളിച്ച കേരളം, അതിദരിദ്രമാനുഷർ പുഞ്ചിരിച്ച കേരളം, ഇരുൾ പടർന്ന രാവുകൾ അന്യമായ കേരളം. കൈവിലങ്ങുകൾ തകർത്തു നെയ്തെടുത്ത കേരളം, ബദലുകളുടെ ചിറകുകൾ വഴിതെളിച്ച കേരളം, അതിദരിദ്രമാനുഷർ പുഞ്ചിരിച്ച കേരളം, ഇരുൾ പടർന്ന രാവുകൾ അന്യമായ കേരളം. ഒരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ. ഫിലിപ്പൈൻസ് മത്സ്യകന്യകമാരും റോബോട്ടിക് ഷോയും ഉൾപ്പെടെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളുമായി മണ്ണാർക്കാട് ഫെസ്റ്റ് ബുധനാഴ്ച തുടങ്ങും. ഏപ്രിൽ 26 വരെയാണ് ഫെസ്റ്റ്. ഇന്ത്യൻ ഇവന്റ്സ് ആൻഡ് എന്റർടൈൻസ് ആണ് ഫെസ്റ്റ് ഒരുക്കുന്നത്. ഫിലിപ്പീൻസ് മത്സ്യകന്യകമാർ, അക്ലോക്കിക് അക്വേറിയം, 3D അനുഭവം നൽകുന്ന അണ്ടർ വാട്ടർ മറൈൻ, വിവിധ വർണ്ണങ്ങളിലുള്ള ഡിസ്കസ്, ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഷാർക്ക്, തെരണ്ടി, ലക്ഷങ്ങൾ വില വരുന്ന ആയിരക്കണക്കിന് മത്സ്യങ്ങൾ തുടങ്ങി ഒട്ടേറെ വിസ്മയ കാഴ്ചകളാണ് ഫെസ്റ്റിലുള്ളത്. 200 അടി നീളത്തിൽ അണ്ടർ വാട്ടർ അക്രിലിക് ഗ്ലാസ് ടണലിന് പുറമെ 400 അടി നീളത്തിൽ വേറെ അക്വേറിയങ്ങളുമുണ്ട്. മറൈൻ മിറാക്കിൾ എക്സ്പോയിൽ റോബോ നായ്ക്കുട്ടിയാണ് മറ്റൊരു ആകർഷണം. നിർമ്മിത ബുദ്ധിയുടെ കൗതുക കാഴ്ചകളുമായി റോബോട്ടിക് പ്രദർശനവുമുണ്ട്. പഠനവും വിനോദവും സമന്വയിപ്പിച്ച റോബോട്ടിക് പ്രദർശനം വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് മുതൽക്കൂട്ടാകും.
രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും ഫാൻസി ഇനങ്ങളും ഫെസ്റ്റിൽ ലഭിക്കും. വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾക്കായി ഫുഡ് കോർട്ടും സജ്ജീകരിച്ചിട്ടുണ്ട്. 100 രൂപയാണ് ടിക്കറ്റ് ഫീസ്. വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ എല്ലാ ദിവസവും ഉണ്ടാകും. ഫോറൽ ഷോ, 16D തിയേറ്റർ, കൾച്ചറൽ പ്രോഗ്രാം എന്നിവയും ഫെസ്റ്റിലുണ്ട്. മണ്ണാർക്കാട് ഫെസ്റ്റ് മാർച്ച് 18-ാം തീയതിയാണ് മുബാസ് ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നത്. മാർച്ച് 18-ാം തീയതി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അന്നൂർ വൈകുന്നേരം 7:30 ഉദ്ഘാടനം ചെയ്യും. മണ്ണാർക്കാട് ഫെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ മെയിൻ ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം വിത്ത് മെർമൈഡ് ഷോ. മത്സ്യകന്യകൾ ഫിലിപ്പൈൻസ് ലേഡീസ് സുന്ദരികൾ ഫിലിപ്പൈൻസ് ലേഡീസിൻ്റെ അക്രോബാറ്റിക് പ്രകടനങ്ങളാണ് ഇതിൻ്റെ പ്രധാന ഒരു ആകർഷണം. കൂടാതെ റോബോട്ടിക് ഷോ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിജ്ഞാനവും വിനോദവും ഒരുമിച്ച് ഇടപെടുത്തിക്കൊണ്ട് റോബോട്ടിൻ്റെ ഒരു ഷോയും ഇതിൻ്റെ കൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇവിടുന്ന് മലപ്പുറത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ദിവസേന വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഷോ. കൂടാതെ അമ്യൂസ്മെന്റ് റൈഡുകൾ ഇതിൻ്റെ കൂടെ, ഫുഡ് കോർട്ട് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒരു 3 ഏക്കറിൽ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇത് മുബാസ് ഗ്രൗണ്ടിൽ ഒരുക്കി. മാനേജർ ടി മനോജ്, MD എം ബീരാൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷോർട്ട് ന്യൂസ്. കൊപ്പം എറയൂർ തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. ദേശപ്പാട്ടുത്സവത്തിന് സമാപനം കുറിച്ചായിരുന്നു താലപ്പൊലി ആഘോഷം. ആറ് ദേശങ്ങളിൽ നിന്നും എത്തിയ വേലാഘോഷങ്ങൾ നിറക്കാഴ്ചയിൽ രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ തുടങ്ങി. എറയൂർ, പറമ്പന്നൂർ ദേശങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണം ഉച്ചയ്ക്ക് ശേഷം പഞ്ചാരിമേളവും നടന്നു. 6 ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് താഴെ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മണ്ണാർക്കാട് മൊബൈൽ ഫോൺ റീറ്റെയിൽ അസോസിയേഷൻ ഇഫ്താർ മീറ്റ് നടത്തി. മീറ്റിൽ അന്തരിച്ച മൊബൈൽ വ്യാപാരി മണി നെച്ചുള്ളിയെ അനുസ്മരിച്ചു. മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജുനൈദ് സെല്ലോ നേതൃത്വം നൽകി. ഫാരിസ്, ഫൈസൽ, സെൽ പോയിന്റ്, സിഗ്നൽ കൃഷ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥി ആരെന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചാവും ഷൊർണൂരിലെ UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. പട്ടാമ്പി മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും. പ്രചാരണം തുടങ്ങി. ഷൊർണൂരിലും ഒറ്റപ്പാലത്തും ഇടത് സ്ഥാനാർത്ഥികൾ. മുതിർന്ന നേതാക്കളുടെ വീടുകൾ സന്ദർശിച്ച് ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥി K പ്രേംകുമാർ. ഷൊർണൂരിൽ ആധിപത്യം തുടരാമെന്ന പ്രതീക്ഷയിൽ P മമ്മിക്കുട്ടി. തച്ചമ്പാറ മുതുകുറിശ്ശിയിലെ അന്നമ്മ ഇബ്രഹാമിന്റെ തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. അന്നമ്മയെ കാണാതായി 12 ദിവസം പിന്നിടുമ്പോഴും വിവരമില്ല. കാണാതാവുമ്പോൾ 4 പവൻ സ്വർണം അന്നമ്മ ധരിച്ചിരുന്നതായി വീട്ടുകാർ. പാചകവാതക പ്രതിസന്ധി. കേന്ദ്ര സർക്കാരിനെതിരെ വ്യാപാരി വ്യവസായ സമിതിയുടെ സമരം. പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിൽ വിറകടുപ്പ് സമരം സംഘടിപ്പിച്ചു. റംസാൻ വ്രതം അവസാന നാളുകളിലേക്ക്. ഇഫ്താർ വിരുന്നും റിലീഫ് വിതരണവുമായി വിവിധ സംഘടനകളും കൂട്ടായ്മകളും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.